ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ തേക്കാറുള്ള എൻ്റെ ഒരു ചെറിയ ഹെയർ ഓയിലുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് അമ്മച്ചി തേച്ച് തരാറുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പുറത്തുനിന്നുള്ള യാതൊരു കെമിക്കലുള്ള സാധനങ്ങളും ചേർക്കാറില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഈ എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പോൾ കുട്ടികളായാലും വലിയവരായാലും ആണുങ്ങളായാലും ഒക്കെ നേരിടുന്ന ഒരു ഇതാണ് നമ്മുടെ തലയിലെ താരൻ, നല്ല വെള്ളപ്പൊടി, പിന്നെ അതിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ തലയിൽ പേന്, പിന്നെ അകാല നിര, പിന്നെ അതുപോലെ തന്നെ മുടി പൊട്ടി പോവുക, പിന്നെ അതൊക്കെ ഇതിന് നല്ലൊരു ശമനം കിട്ടും. പിന്നെ കാൽമുട്ട് വരെ മുടി വലുതാവുമെന്നൊന്നും ഞാൻ പറയില്ല. ഉള്ള മുടി നല്ല വേരോട് കൂടി കറുത്ത കളറിൽ നന്നായിട്ട് ഒരുവിധമൊക്കെ നല്ല ഇതായിട്ട് വളരാൻ ഈ എണ്ണ സഹായിക്കും. അപ്പം നമ്മുടെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് നമ്മുടെ വേപ്പിൻ്റെ ഇല. അപ്പം നമ്മുടെ പറമ്പിൽ അതുണ്ട്, അത് പൊട്ടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം എന്നെ സഹായിക്കാൻ നമ്മുടെ അബുക്ക നമ്മുടെ കൂടെ ഉണ്ട്. അബുക്ക പൊട്ടിച്ചോ അച്ചാക്ക്. അപ്പം ഇന്ന് എണ്ണ കാച്ചാനുള്ള വേപ്പിൻ്റെ ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കണം വായു. അപ്പം നമുക്ക് എണ്ണയ്ക്ക് വേണ്ടി അടുത്ത സാധനമാണ് പൊട്ടിക്കാൻ പോണത്, നമ്മുടെ കീഴാർനെല്ലി. അത് കുറേ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഇപ്പോൾ കാണാനുള്ളൂ ഇവിടെ. അപ്പൊ നമുക്ക് തെരഞ്ഞു പിടിച്ചിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കാം. ഇതാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെമ്പരത്തി ആവശ്യമുണ്ട്, ചെമ്പരത്തിക്ക് പൊട്ടിക്കാം. 2 ചെമ്പരത്തി വിരിഞ്ഞിട്ടുണ്ട്. തുളസി, നമുക്ക് എല്ലാ പൂക്കൾക്കും ഇതിനും നമുക്ക് പാട്ടുകളുണ്ട് കേട്ടോ നമ്മുടെ മലയാളത്തിൽ. പനിക്കൂർക്കുണ്ട്. അപ്പൊ നമുക്ക് സാധനങ്ങൾ ഇനി വേണം എണ്ണ കാച്ചാന്. അപ്പോഴേക്കും മഴ വന്നു, മഴ പോയിട്ട് ഇനി പൊട്ടിക്കാം. നമുക്ക് ആവശ്യമുള്ള കറ്റർവാഴ അധികം വലുതാവണമൊന്നും ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ തന്നെ കിട്ടും. ഇതാണ് എൻ്റെ കറ്റർവാഴ കൃഷി. ഇത് അവിടെയൊക്കെ ഉണ്ട്, ഉള്ളുണ്ട് കറ്റർവാഴ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ അവിടെ കുറച്ച് വെച്ച് പിടിപ്പിക്കും. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കറ്റർവാഴ പൊട്ടിക്കാം. കഞ്ഞുണ്ണി ഇപ്പൊ എവിടെയും കിട്ടാല്ലേ, അപ്പൊ ചട്ടിയിലാണ് നമ്മൾ വളർത്തണത് കഞ്ഞുണ്ണി. നമ്മുടെ എണ്ണ കാച്ചുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എണ്ണ കാച്ചുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പൊ എണ്ണയിൽ സഹായിക്കാൻ എനിക്ക് ഒരാളും കൂടി ഉണ്ട്, അച്ചായൻ. അപ്പൊ ഇതിനൊക്കെ പുറമെ നമുക്ക് നെല്ലിക്ക വേണം, ചുവന്നുള്ളി വേണം. ഇനി ഇതിൽ വരാണ്ട് സാധനങ്ങൾ അത് പറഞ്ഞു തരണ്ടേ കേട്ടാ. സഹായിക്കാനാണോ ഉപദ്രവിക്കാനെന്ന് അറിയില്ല, ഒരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇനി അരച്ചെടുക്കണം. എന്തൊക്കെ അരക്കണം? എല്ലാം നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്ന സാധനങ്ങളും നമ്മൾ എല്ലാ ചേരുവകളും നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ നമുക്കിനി വെളിച്ചെണ്ണ കാച്ചണേക്ക് നമുക്ക് ഉലുവ വറുത്ത് പൊടിക്കണം. ഉലുവ വറുക്കുകയാണ്, ഇനി ഇത് പൊടിക്കണം. അപ്പൊ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുണ്ട്. 3 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കാണ് ഇത്ര ചേരുവകൾ എടുത്തു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 3 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചാം. അപ്പൊ നമുക്ക് അടുത്ത ചെമ്പരത്തിപ്പൂ ഇടുന്ന നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇടുക. നമ്മുടെ വറുത്ത് പൊടിച്ച് ഉലുവ, അപ്പൊ നമ്മളെല്ലാം കൂടിയിട്ട് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ അരച്ച് ചേർത്ത് നമുക്ക് അതിലേക്ക് ചേർക്കാം.
അപ്പൊ നമ്മളെ ഇതില് മൂന്ന് ലിറ്റർ വെളിച്ചെണ്ണ ഇതിൽ കൊള്ളുണ്ടായിരുന്നില്ല. അപ്പൊ അത് അടുത്തേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂറിന്റെ അടുത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതൊരു പാകമുണ്ട് ഇതിന്. ആ പാകത്തിൽ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിത് ഒരുപാട് നാളായി ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. മുടി ഇങ്ങനെ പനങ്കുര പോലെ വരുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഉള്ള മുടി കൊഴിയാതെ അധികം പെട്ടെന്ന് നരയ്ക്കാതെ ഒക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യണത്. ഞാൻ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം. അത് അരിച്ചെടുത്ത് കപ്പിലേക്ക് മാറ്റി വെക്കണം. ഇത് കപ്പിലേക്ക് മാറ്റുന്നത് കുപ്പിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിരിക്കും. അപ്പോൾ അടിയിലുള്ള ചെമ്പരത്തിയുടെ ഇല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിക്കിടക്കും. എന്നിട്ട് ആ കപ്പിൽ നിന്ന് നമ്മൾ ഓരോ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഈ ബോട്ടിൽ ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ ഈർപ്പമൊന്നും ഇല്ലാത്തതായിരിക്കണം. എന്നിട്ട് ഈ ബോട്ടിൽ ഫുള്ള് നിറച്ചതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പുറത്ത് പോവുകയൊന്നും ചെയ്യില്ല. നമ്മളിങ്ങനെ ഓരോ കുപ്പിയിലാക്കിയിട്ടാണ് ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ എണ്ണ ആവശ്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.